നിയമസഭയിൽ ശ്രീ സി മമ്മൂട്ടി നൽകിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം, അത് ഒരു 40 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആ 40 സെക്കൻഡ് പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ന്യായമായ വിലക്ക് കൊടുക്കണ്ടേ? ആ ചോദ്യം ന്യായവിലക്കല്ല ഭൂമി വാങ്ങിയത് എന്ന് കേരള നിയമസഭയിൽ സി മമ്മൂട്ടി ചോദിച്ച ചോദ്യമാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇത് മനോരമയിൽ വന്നൊരു വാർത്തയാണ്. ഞാൻ പറയാം. എംഎൽഎയുടെ ഭരണകക്ഷി എംഎൽഎയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അന്ന് ഭരണകക്ഷി എംഎൽഎ ബി അബ്ദുറഹ്മാൻ, ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ്. ഭരണകക്ഷി എംഎൽഎയുടെ സഹോദരന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി വാങ്ങിയത്. അത് അന്യായ വിലക്കാണ് ഭൂമി വാങ്ങിയത് എന്ന് നിയമസഭയിൽ സി മമ്മൂട്ടി പറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി മനോരമയിൽ ഫെബ്രുവരി മാസം 2019 21-ാം തീയതി വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കണ്ടു. ആ വാർത്തയിൽ പറയുന്നത് മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് 2 ആഴ്ചക്കാകുമെന്ന് മന്ത്രി. ആരാണ് മന്ത്രി? അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ. എപ്പോഴാണ്? 2019. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മലയാള സർവകലാശാലയ്ക്ക് 2 ആഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽ. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷം മികവ് പരിപാടി തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയും അത് മനോരമയല്ലേ, മനോരമ അങ്ങനെയൊക്കെ പറയും എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ 21 ഫെബ്രുവരി 2019 ശ്രീ കെ ടി ജലീലിന്റെ അടിയിൽ നോക്കാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ്. അപ്പം തെറ്റായ ഒരു വാർത്തയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കും എന്ന് പറഞ്ഞാൽ 2019 ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത്. ഇനി മാത്രമല്ല, UDF ഏറ്റെടുത്ത ഒരു ഭൂമി എങ്ങനെയാണ് വീണ്ടും വരെ ഏറ്റെടുക്കുക? അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരിക്കൽ UDF സർക്കാർ ഏറ്റെടുത്ത ഒരു ഭൂമി വീണ്ടും സർക്കാർ വന്നിട്ട് വീണ്ടും ഏറ്റെടുക്കുക. അന്ന് 1,70,70,000 നിശ്ചയിച്ചിരുന്ന ഭൂമി 1,60,000 വീണ്ടും ഏറ്റെടുക്കുക. അങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് കൃത്യമായി ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്തതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ സമർപ്പിച്ചത്. ഇനി അതിനേക്കാൾ ഗൗരവമേറിയൊരു കാര്യം ഞാൻ പറയാം. 19/12/2016 എന്ന് പറഞ്ഞാൽ അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം. അന്ന് കൊടുത്ത വിവരാവകാശത്തിന്റെ ഒരു മറുപടി. അന്ന് ചോദിച്ചു ഇതിന്റെ ഭൂ ഉടമകൾ ആരാണ്? 2016 അതിന് അന്ന് നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി മുല്ലപ്പള്ളി മനക്കൽ നാരായണ നമ്പൂതിരി മകൻ പരമേശ്വരൻ, അതുപോലെ തന്നെ അഷ്ടമൂർത്തി നമ്പൂതിരി, അതുപോലെ നമ്പൂതിരിയുടെ മകൻ പരമേശ്വരൻ, മുല്ലപ്പള്ളി കീഴ് മൊയ്തീൻ കുട്ടിയാജി, അതുപോലെ പഴയ പുത്തൻ വീട്ടിൽ ആമിനക്കുട്ടിയമ്മ, കാപ്പാട്ടകത്ത് അഹമ്മദ് കുട്ടി, കുഞ്ഞാലിക്കുട്ടി, വെട്ടത്തുകാവ് ദേവസ്വം, മരക്കാരകത്ത് കുമാരൻ, അഷ്ടമൂർത്തി നമ്പൂതിരി, മാങ്ങാട്ടുകുത്ത് ഗോപാലമേനോൻ, പാറക്കുട്ടിയമ്മ, മലക്കൽ നാരായണൻ നമ്പൂതിരി. അബ്ദുറഹ്മാന്റെ സഹോദരൻ ഇതില്ല. എവിടെയും അബ്ദുറഹ്മാന്റെ സഹോദരനും ഇല്ല, അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറും ഇല്ല. പക്ഷേ 6/6/2017 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു വില നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ്? ഈ വി അബ്ദുറഹ്മാൻ, ഇന്ന് കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാന്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ, അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരന്റെ മകൻ, വി അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മകൻ ഹബീബ് റഹ്മാൻ, അതുപോലെ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരൻ അബ്ദുൽ ജലീൽ, ലില്ലീസ് ഗഫൂറിന്റെ മറ്റൊരു സഹോദരൻ ജംഷീദ്, വി അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് കാസിം, ശ്രീ യാസിർ കെ പി, ഗഫൂറിന്റെ സഹോദരൻ അബ്ദുസലാം, ഇൻജാസ് മുനവർ, സാക്ഷാൽ ശ്രീ ഗഫൂർ അദ്ദേഹം തന്നെ പങ്കെടുത്തു.
പന്നിക്കണ്ടത്ത് ഗഫൂർ, അതുപോലെ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം. അപ്പോ 19/12/2016 വരെ ഭൂവുടമകൾ ആരാണ്? ഈ പറഞ്ഞ ആളുകളൊന്നുമല്ല. 6/6/2017 ആകുമ്പോഴേക്ക് ഭൂവുടമകൾ ആകെ മാറി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരുമായി വില നിശ്ചയിച്ച് ആദ്യം സർക്കാരുമായി ഒരു വില ധാരണയിലെത്തുന്നു. അതിനുശേഷം ഈ ഭൂ ഉടമകൾക്ക് ചെറിയ പണം കൊടുത്ത് 2000 രൂപ മുതൽ 40,000 രൂപ വരെ കൊടുത്തു. അതിനകത്ത് വിറ്റ ഒരാളെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ഏക്കർ 47 സെന്റ് വിറ്റ ആളാണ്, എനിക്ക് കിട്ടിയത് സെന്റ് ഒന്നിന് 35,000 രൂപയാണ്. അപ്പൊ അവരോട് ചെറിയ വിലക്ക് ഭൂമി വാങ്ങുന്നു, സർക്കാരുമായി ഇടതുപക്ഷ സർക്കാരുമായി ഒരു കരാറുണ്ടാക്കുന്നു. എന്നിട്ട് ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് സർക്കാരിന് വിൽക്കുന്നു. അത് 2019 ആ സ്ഥലം ഏറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത്. അന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ്. ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിശവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണം.